അടുത്ത് ചെയ്യാനുള്ള വർക്കാണ് ക്ലോസ് ടു നേച്ചർ, പ്രകൃതിയിലോട്ട് കൂടുതലായി അടുക്കുക. ഇത് ശരിക്കും ഒരു ഔട്ടർ വർക്കാണ് കേട്ടോ. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇന്നർ വർക്കുകളായിരുന്നു. ഇത് പുറമേ ചെയ്യാനുള്ള കാര്യമാണ്. ഇത് ഞാൻ ഇന്നർ വർക്കിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഓക്കെ, ഓൾറെഡി ഒരു DFന് വളരെ ചെറുതിലേ മുതൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഈ ഒരു പ്രകൃതി സ്നേഹം എന്നത്. അവർ പ്രകൃതിയോട് കൂടുതൽ അറ്റാച്ച്ഡ് ആണ്. ഇന്നർ വർക്കിൻ്റെ ടൈം ആകുമ്പോഴേക്ക് എല്ലാ DFസും അതൊന്നുകൂടി ഡെവലപ്പ് ആക്കിയെടുക്കാൻ നോക്കുക. ഓക്കെ, പ്രകൃതിയിൽ ചെലവഴിക്കുന്നതിലൂടെ എന്ത് പ്രയോജനമാണ് ഇന്നർ വർക്ക് ചെയ്യുന്ന ഓരോ സോൾസിനും കിട്ടുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ പോസിറ്റീവ് എനർജി ഹൈ ആകുന്നു, സ്ട്രെസ് കുറയുന്നു, കാം ആകുന്നു. ഓക്കെ, ഇനി നേച്ചറിനോട് ക്ലോസ് ആകാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? വീടിന് പുറത്ത് നല്ല ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാം. അവയെ എന്നും തൊട്ട് തലോടി അവയ്ക്ക് ആവശ്യമായ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് അവയെ പരിപാലിക്കാം. നമ്മുടെ ചെടിയിലുണ്ടാകുന്ന പൂക്കളോട് വർത്താനമൊക്കെ പറഞ്ഞോളൂ, അവയെ ഹഗ് ചെയ്തോളൂ, കിസ് ചെയ്തോളൂ. അവർക്കും ജീവനുണ്ട്. നിങ്ങളുടെ സ്നേഹം അവർക്ക് ഫീൽ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും അവർ പോയിട്ടുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ പരിസരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഫ്രഷ് എയറില്ലേ, അത് ഡീപ്പായിട്ട് ശ്വസിക്കുക. നിങ്ങൾക്ക് വെളിയിലുള്ള ഒരു മരത്തിനെ നിങ്ങളൊന്ന് ഹഗ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? കിസ് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയൊക്കെ നോക്കുക. മരത്തിലിരിക്കുന്ന കിളികളെയൊക്കെ നിരീക്ഷിക്കുക. അവരുടെ ശബ്ദങ്ങൾ കേട്ട് ആസ്വദിക്കുക. പ്രകൃതിയിലൂടെ കുറച്ച് ദൂരം നടക്കുക. ആകാശത്തെ നോക്കുക. സൂര്യാസ്തമയം, സൂര്യോദയം, മഴ, മഞ്ഞ്, വെയിൽ, ഇതൊക്കെ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ തറയിലൂടെ ചെരുപ്പിടാതെ ഏറെ ദൂരം നടക്കാനൊക്കെ ഒന്ന് ശ്രമിക്കണം കേട്ടോ. കാൽപാദം തറയിൽ ചവിട്ടി നടക്കാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ശരീരം ചാർജുകളെയും വൈദ്യുതിയൊക്കെ കടത്തി വിടുന്ന ഒരു ചാലകമാണെന്ന് നമ്മൾ പണ്ട് ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ചെരുപ്പിടാതെ കാൽപാദം തറയിൽ ചവിട്ടി നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും ഭൂമിക്കും ഇടയിലൊരു എനർജി ട്രാൻസ്ഫറിങ് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെ കുറച്ചെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് ഈ ഭൂമി അബ്സോർബ് ചെയ്തെടുക്കും. പ്യുവർ ആയിട്ടുള്ള പോസിറ്റീവ് എനർജി ഭൂമിയിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നു. അപ്പോൾ ആ നെഗറ്റിവിറ്റി എല്ലാം പോവല്ലേ ചെയ്യുന്നത്. അതെല്ലാം പോയി കഴിയുമ്പോൾ എന്താവുന്നു? നമ്മുടെ സ്ട്രെസ്സ് കുറയുന്നു. സ്ട്രെസ്സ് കുറഞ്ഞാലോ ശരീരം കാമാവുന്നു, ശരീരവും മൈൻഡും കാമാവുന്നു. അതുവഴി നമ്മുടെ എനർജി പോസിറ്റിവിറ്റി ഇൻക്രീസ് ആവുന്നു, വൈബ്രേഷൻ ഹൈ ആയി വരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നടക്കുന്നത് സ്ട്രെസ് കുറയ്ക്കാനുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു വഴിയാണ്. അതുപോലെ ഇനി എന്തൊക്കെ ചെയ്യാം? വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാം. പ്രകൃതിയുടെ മനോഹാരിത നിങ്ങൾക്ക് ആസ്വദിക്കാം. പ്രകൃതിയിൽ നിന്ന് ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കാം, വ്യായാമം ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. നിങ്ങളുടെ പാഷൻസ് എന്തൊക്കെയാണ് അതെല്ലാം ചെയ്യാം. സോ ദിവസവും പ്രകൃതിയിൽ കുറച്ച് നേരമെങ്കിലും ചെലവഴിക്കാൻ ശ്രമിക്കുക. ഒന്ന് ഓർക്കുക, യൂണിവേഴ്സ് നിങ്ങൾക്ക് കൂടുതൽ സയൻസും തരുന്നത് പ്രകൃതിയിലൂടെയാണ്.